പ്രദീപ് ടിയാറിലേക്ക് കൂടി ഒന്ന് പോകുന്നു. പ്രദീപ് ടിയാർ, വെരി ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. ഇപ്പോൾ സതീഷ് കൃഷ്ണസേൽ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു കോംപ്ലക്സിറ്റി താങ്കൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 5 പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി ഈശ്വർ മാപ്പെ പറയുന്നത് ആ ഗംഗാവാലി പുഴയിൽ ആഴത്തിൽ ഒരു മരം വീണ് കിടക്കുന്നു, അതിൻ്റെ ചില്ലകളുണ്ട്. എപ്പോൾ വേണമെങ്കിലും അതിലിറങ്ങുന്ന സ്കൂബ ഡൈവേഴ്സിൻ്റെ കേബിളുകൾ അതിൽ കുടുങ്ങാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇപ്പോഴും 7 നോട്ട്സായിട്ട് തന്നെ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് തുടരുന്നു. അത് നമുക്ക് അനുവദനീയമായതിലും 3 മടങ്ങിൽ കൂടുതലാണ്. അതുകൊണ്ട് നേവിക്കോ ആർമിക്കോ സാങ്കേതികമായി ഇറങ്ങാൻ കഴിയില്ല. തേർഡ് തിങ്, സീറോ വിസിബിലിറ്റി ഇപ്പോഴും തുടരുന്നു. ഫോർത്ത് തിങ്, മഡും ഒപ്പം തന്നെ പാറയും അതിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിടത്തേക്കാൾ 132 മീറ്റർ അകലെയാണ് ലോറിയുടെ സ്പോട്ടെന്നാണ് ഇന്ദ്രബാലനും സംഘവും പറയുന്നത്. ഈ 5 വെല്ലുവിളികൾ മറികടന്ന് നമുക്ക് അർജുനെ ആ ലോറിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പ്രദീപ് ടിയാർ, ഈസ് ഇറ്റ് പോസിബിൾ? തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ വേണം ഇതിനെ കാണാൻ. 132 മീറ്റർ അകലെ എന്നുള്ള ലോറിയുടെ സ്ഥാനമെന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തന്നെ നമ്മൾ ഏകദേശം ധാരണയിലെത്തിയതാണ്. ഞാനത് പറയുകയും ചെയ്തു. അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു തുരുത്ത്, അതിപ്പോ അതിനെ നമ്മൾ വിളിക്കേണ്ടത് വലിയ മണ്ണിന്റെ വലിയ മല എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ഈശ്വറിന്റെ ഡൈവിങ്ങില് നമുക്കത് വളരെ വ്യക്തമായിട്ടുണ്ട്. സാധാരണ എല്ലാ രക്ഷാപ്രവർത്തനത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ അത് ദുഷ്കരമാകുന്ന ഒന്നിനൊന്ന് ദുഷ്കരമാകുന്നതിന്റെ വിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ അതിജീവിച്ചേ മതിയാവൂ. അതിജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പരാജയപ്പെട്ടു എന്നാണ്. അപ്പൊ അത് പാടില്ലല്ലോ. നമുക്ക് നമ്മളുടെ ദൗത്യം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ മിഷൻ അതിജീവിക്കാൻ വേണ്ടുന്ന സാങ്കേതികവും അല്ലാതെയുള്ള എല്ലാ മേഖലകളെ കുറിച്ച് നമ്മൾ കുറെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെ ഒരു സ്കൂബ ഡൈവിംഗ് തുടരുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം പോയി കണ്ടുപിടിച്ച മരവും മറ്റ് ടവറും അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ ഘടകങ്ങളും നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ, അത് മനുഷ്യ പ്രയത്നം കൊണ്ട് നടക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാവുന്ന എന്ത് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് ആവശ്യമാണ്. ഇനി ആ മരത്തിൽ എന്തെങ്കിലും നമ്മുടെ സ്റ്റീൽ റോപ്പുകളൊക്കെ കുടുക്കിയിട്ട് കരയിലെ പ്രവർത്തനം കൊണ്ട് അതിനെ വലിച്ചു മാറ്റാൻ കഴിയുമോ, അതല്ല അവിടേക്ക് മറ്റെന്തെങ്കിലും രക്ഷാപ്രവർത്തന രീതി അവലംബിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ അതിന്റെ വിദഗ്ധമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനം. പ്രദീപ്, എൻ്റെ ഒരു സംശയം, ഈ ഇമ്പോസിബിലിറ്റി എന്ന് നേരത്തെ ഇന്ദ്രബാലൻ പറഞ്ഞതിൻ്റെ ഒരു ഫാക്ടർ, ഇനിയിപ്പോൾ സ്കൂബ ഡൈവറോ അതല്ല നമ്മളുടെ ഈ ഈശ്വർ മാൽപ്പയോ ഈ ട്രക്കിനടുത്തേക്ക് പോയാലും ആ ട്രക്കിൻ്റെ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടെത്തണം. അതൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ്. ഈ ഒഴുക്കിനിടയിൽ അത് കണ്ടെത്തുക എങ്ങനെ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? 2 അടഞ്ഞു കിടക്കുന്ന ട്രക്ക് തുറക്കണ്ടേ ഈ ഒഴുക്കിനിടയിൽ? അതിൽ ചെളി വന്ന് അടിഞ്ഞിട്ടുണ്ടാവില്ലേ? അതിന് മുകളിൽ മറ്റു പദാർത്ഥങ്ങൾ ഉണ്ടാവില്ലേ? അത് സീറോ വിസിബിലിറ്റിയിൽ എങ്ങനെ സാധ്യമാവും പ്രദീപ് ടിയാർ? ട്രക്കിലെ ക്യാബിൻ കണ്ടെത്തി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് തിരയുന്നത് അസാധ്യമാണെന്ന് ഞാൻ ആദ്യം മുതലേ മനസ്സിലാകും. ഞാൻ കാണുന്നത് നമ്മൾ ആ മലഭാഗത്തെ അല്ലെങ്കിൽ വെള്ളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ആ മണ്ണിന്റെ മുനമ്പിനെ അവിടെ നിന്ന് നമ്മൾ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ല, പ്രദീപ് ടിയാർ, ഞാൻ ഈ എഫേർട്ടിനെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ആശങ്ക, നമ്മൾ യഥാർത്ഥത്തിൽ അർജുനെ തിരയാനാണെങ്കിൽ ഈ ട്രക്ക് കണ്ടെത്തുക എന്ന പ്രാഥമികമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിഗ്നൽ പ്രകാരം ലൊക്കേറ്റ് ചെയ്തു, ഇതിനപ്പുറം ഫിസിക്കൽ വെരിഫിക്കേഷൻ ആയിട്ടില്ല 12ാം നാളിലും. പക്ഷേ അങ്ങനെ ലൊക്കേറ്റ് ചെയ്താൽ പോലും അത് പിക്ക് ചെയ്യാതെ, അത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് അത്തരത്തിലുള്ള ഒരു തരത്തിലും ഈ റിക്കവറി പോസിബിൾ ആവില്ലല്ലോ. ഇല്ല, അത് തന്നെയാണ് ഞാൻ പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ അതാണ്. വെള്ളത്തിനടിയിൽ ക്യാബിൻ ഏത് രൂപത്തിൽ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ലാതെ കിടക്കുന്ന ഒരു ട്രക്കിന്റെ ക്യാബിനകത്ത് കയറി ഒരു സ്കൂബ ഡൈവർക്ക് അർജുൻ അവിടെ ഉണ്ടെങ്കിൽ പോലും റെസ്ക്യൂ ചെയ്യാൻ അർജുനെ അവിടെ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ക്യാബിൻ അത്രമേൽ ജാമിങ് ആയിരിക്കും, അർജുൻ അതിനകത്ത് അത്രമേൽ ജാമിങ് ആയിരിക്കും ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ വെള്ളത്തിനടിയിൽ വെച്ച് അർജുനല്ല, മറ്റൊരു വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയാം, ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നതുകൊണ്ട് 12 ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യ ശരീരത്തിന് സംഭവിക്കാവുന്ന മാറ്റങ്ങളെല്ലാം അതിൽ സ്വാഭാവികമായി ഉണ്ടാവാം. അതൊക്കെ ഈ സ്കൂബ ഡൈവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാഡ് ഒബ്ജക്റ്റിൽ പിടിച്ചു കൊണ്ടുവരുന്നത് പോലെ സാധ്യമാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയില്ലേ? അതവരുടെ കൈകൾ കൊണ്ട് തൊട്ട് തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും? തൊടുന്നതൊരു വരച്ചില്ലയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഷണമാണോ, അതല്ല ഈ 12 ദിവസം കഴിഞ്ഞൊരു മനുഷ്യ ശരീരമാണോ എന്നത് തിരിച്ചറിയുക ഏറെക്കുറെ സാധ്യമല്ല. എനിക്ക്